സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूं. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं. वो मेरे दिल में ही रहे. वो तुम्हार को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. चल चल. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ടി പിച്ചി പിച്ചി വേഷാലിനി నా దగ్గర పెట్టుకోవద్దు. ఇది தெலுங்கு. டேய், இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலியே படிப்பேன், ஆனா உயிர் போனாலும் நினைக்க மாட்டேன். புரிஞ்சதா? இது தமிழ், இனி ಕನ್ನಡ. ನಿಮ್ಮ ನಾಟಕ ಏನು? ನನ್ನತ್ರ ಮಾಡಬೇಡ. ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ. കൃഷ്ണയിലെ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണം. കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ? ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്കി. താനൊന്നും പറയണ്ടോ? ഡാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നക്കിയളെ. നാണമില്ലോടാ നിങ്ങൾക്കൊക്കെ, ചതിയന്മാര്, മൂരാച്ചി. ഈ സ്ഥാപനമായിട്ട് തനിക്കിപ്പോ ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് പുറത്തു പോകണം. ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല. എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിരിക്കുന്നു കാണണം. അതിനുവേണ്ടി വന്നതാ. അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല. ഇല്ല, എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. എന്തോന്ന് കാണാൻ നിൽക്കോളൂ താൻ? അയാളെടുത്ത തൊഴിലാളി. എവിടുത്തെ തൊഴിലാളി? ലോഡ് വെളിയിൽ പോകുന്ന പോലെ തടസ്സം വന്നാലുണ്ടല്ലോ. എന്ത് കാര്യം? സ്ഥിരപ്പെടുന്ന കാര്യം. അപ്പൊ ഇന്ന് തന്നെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തി കളയല്ലേ? എന്റെ നെഞ്ചത്തൂടെ കേറ്റുകൂടെ പോടാ. എന്റെ പ്രശ്നം താൻ പരിഹരിക്കണോ? കേരള ഇറങ്ങി പാടും.
ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ് വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്. ഒന്നുണ്ട്, ബൂർഷ്വാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ്വ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. വി ആർ റിയലി സോറി. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാൽ മതി. വാമളെ. പുന്നൂസേ, ഓ, ആ മോളെ, ഉം. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ. മുത്തച്ഛനെവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? ഏയ്, അത് വെറുതെ. വെറുതെ? അതേന്ന്. പുന്നുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്, ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. மணி எங்க போனான் இவன்? மணி ஒரு இடத்துல உட்கார மாட்டான். പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ஆமா, அவன் இங்க இல்லை, வேலைக்கு போயிருக்கான். இன்னும் சாப்பிட கூட வரலை. நீங்க யாரு? ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. அடடே, மீராவா? ம். பார்த்தன் உங்களை பத்தி நிறைய சொல்லியிருக்கான். காலேஜ்ல படிக்கிற இல்லையா? ஆ. உள்ள வாங்க, உள்ள வாங்க. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ஐயோ, நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பி கொடுக்காம அனுப்பிச்சேன்னு பாசாதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவன். അല്ലമ്മ, പാർത്ഥസാരഥി ഒരു വേലക്കാക മദ്രാസിക്ക് അയച്ചിരിക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. ஐயோ, அவன் எனக்கு சொல்லவே இல்லையே. ചൊല്ലാൻ താണ്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനിക്ക് സമയമായപ്പം അവൻ പോയാച്ചി അല്ലേ. ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? மருந்து எனக்கு இல்லை. மணி, மணி எங்கடா போன? இங்க வாடா, சாப்பிட வேண்டாமா? പാർത്തന്റെ തമ്പിയാക്കും, അവനുള്ളതാ മരുന്ന്. കൊല്ലം എത്രയായി? ദാ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. പാർത്തனுக்கு கிடைக்கிற காசுல 3/4 பாகமும் அவனுக்கு மருந்துக்கு தான் போறது. மദ്രാസിലെ யாரோ பெரிய டாக்டர் ராமூர்த்தியா, அவரை கொண்டு போய் காமிக்கணும்னு பார்த்தன் சொல்லியிருக்கான். பார்த்தன் ஒரு சிட்டிக்கு ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ. பார்த்தന്റെ കാര്യം തന്നെ നോക്ക്. இருக்கிற நகையெல்லாம் வித்து அவனை படிக்க வச்சேன். எம்காம் பாஸ் ஆன பையன் செய்யற வேலையை அவன் செய்யறான். എംകോമോ? ஆமா, எம்காம். அவன் சொல்லலையா? ഇല്ല. சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. எம்காம் தெரிஞ்ச உடனே அந்த வேலையும் போயிடுது. அடடே, காஃபியே குடுக்கல. உட்காருங்க, இப்ப எடுத்துட்டு வந்துடுறேன். വേണ്ട, ഞങ്ങൾ ഇറങ്ങ. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടോന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇപ്പൊ കാണാം. മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവര് മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളം പോലീസുകാരെ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കണ പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ആ വാ, ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ അതുപോലെ തന്നെ വീഴണം. ആ അയ്യോ, ഈ ഞാൻ ഇടിക്കാം. ഓ ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം.
വാ 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 മോനെ ഓ കൊല്ലടാ ചക്കൻ പുറത്താണ് കളിക്കണി അയ്യോ ഞാൻ പറഞ്ഞില്ലേ തോറ്റു 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 ഇത് നല്ല കളി എന്നും കളിക്കാം ആ മരണം വരെ കളിക്കാടാ ആ എന്താ അയ്യോ പത്രല്ലടാ കൈ തരാൻ ഈ എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ എന്തേ ഒന്നുമില്ല ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി എവിടെ ഇവിടെ പൊട്ടിയിട്ടുണ്ടോ പുറത്തെവിടും ചോരാനല്ല അല്ല വായിൽ ഉപ്പരസം തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഒരു പുരസം ഇല്ലേ എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും അവൻ നല്ല മിടുക്കനാ എന്നാ ഒരു നല്ല ഇഷ്ടായി പട്ടിയുടെ മോനെ നിന്നെ ഞാൻ കൊല്ലും ഇപ്പൊ ശരിക്കും അടി ഓടിയേ